അഊദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ റമളാൻ നമുക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന ആയത്തിന് ഇടയിൽ, റമളാനിനെ കുറിച്ച് വിശദമാക്കി പറയുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ അങ്ങേയറ്റത്തെ സന്തോഷിപ്പിക്കുവാനായി പറയുന്ന ഒരു ആയത്തുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫലസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷദൂൻ. അല്ലയോ പ്രവാചകരെ, എൻ്റെ അടിമ താങ്കളോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ താങ്കൾ അവർക്ക് മറുപടി പറയണം, ഞാൻ അവരുടെ ഏറ്റവും അടുത്തുണ്ട് എന്ന്. എന്നോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്നും അവരോട് പറയണം. അതുകൊണ്ട് അവർ എനിക്ക് ഉത്തരം നൽകിക്കൊള്ളട്ടെ, എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. തീർച്ചയായിട്ടും അവർ നേർമാർഗത്തിലായേക്കാം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു ട്യൂണിലാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമളാനിൽ വ്രതമനുഷ്ഠിച്ച് അള്ളാഹുവിനോട് പാപമോചനത്തിനായി പ്രാർത്ഥിച്ച് നാഥനോട് തൗബ ചെയ്ത് സ്വർഗത്തെക്കുറിച്ച് അപേക്ഷിച്ച് നരകത്തിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ നാഥ എന്ന് കേണപേക്ഷിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രാർത്ഥന നാഥൻ കേൾക്കുമോ എന്ന ആശങ്കക്ക് യാതൊരു സ്ഥാനവുമില്ലാത്ത വിധത്തിൽ അള്ളാഹു നമ്മളോട് പറയുകയാണ്, നീ പ്രാർത്ഥിക്കൂ, തീർച്ചയായിട്ടും നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിന്റെ നാഥൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന്. പ്രാർത്ഥനയേക്കാൾ മനോഹരമായ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന വേറൊന്നുമില്ല എന്ന ഒരു ഹദീസ് വചനം നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന് പ്രാർത്ഥനയേക്കാൾ ഇഷ്ടമുള്ള വേറൊന്നുമില്ല. പക്ഷേ നമ്മൾ ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, ഫർള് നമസ്കാരത്തിന് ശേഷവും അല്ലെങ്കിൽ ഏതൊരു നമസ്കാരത്തിന് ശേഷവും അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈനീട്ടാനൊന്നുമില്ലാത്ത വിധം പെട്ടെന്ന് നമസ്കാരം കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകുന്ന ചില മനുഷ്യരെ. അതല്ല എങ്കിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം, നമസ്കാരം കഴിഞ്ഞതിന് ശേഷവും അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ ഉയർത്തിയാലും എന്താണ് എനിക്ക് പറയേണ്ടത്, ഞാൻ എന്താണ് പറയേണ്ടത്, എന്താണ് എനിക്ക് പറയാനുള്ളത്, എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്നറിയാത്ത ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. അവർക്കറിയില്ല യഥാർത്ഥത്തിൽ എന്താണ് എൻ്റെ റബ്ബിനോട് ഞാൻ ചോദിക്കേണ്ടതെന്ന്. വരണ്ടുപോയ ചില ഹൃദയങ്ങളുള്ളവരാണവർ. അവർക്കറിയുന്നില്ല എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. മറ്റു ചിലരാവട്ടെ, ഞാനിനി പ്രത്യേകമായിട്ട് എന്താണ് പ്രാർത്ഥിക്കാനുള്ളത്, ഒക്കെ എനിക്ക് ലഭിച്ചു കഴിഞ്ഞല്ലോ എന്ന അർത്ഥത്തിൽ പെട്ടെന്ന് പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോകുന്ന ചില മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈനീട്ടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാത്ത ധാരാളം മനുഷ്യരെ. എന്നാലോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് അവൻ്റെ അടിമയുടെ ഏറ്റവും വിനയാന്വിതനായിട്ടുള്ള പ്രാർത്ഥനയാണെന്ന് പല വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ദുർബലനാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ശക്തിയെ ബലപ്പെടുത്തിക്കൊണ്ടാണ് ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത്. നീ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തന്നുകൊള്ളൂ, അല്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ തരണ്ട എന്ന അർത്ഥത്തിൽ ഒരാളും പ്രാർത്ഥിക്കരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല എന്ന വേറൊരു പ്രവാചക വചനവും നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അങ്ങേയറ്റത്തെ വിനയമുള്ള, അള്ളാഹുവേ ഞാൻ അങ്ങേയറ്റം ദുർബലനാണ്, നീയാണ് ശക്തിയുള്ളവൻ, എനിക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല, എനിക്ക് അസാധ്യമായത് പലതുണ്ട് താനും എന്ന് പറയുന്ന ഒരു ഹൃദയത്തിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ കുനിഞ്ഞിരിക്കുവാനും പ്രാർത്ഥനാനിരതനായിരിക്കുവാനും കണ്ണീർ വാർക്കുവാനും ഒരു മനുഷ്യന് സാധിക്കുക. അതുകൊണ്ടായിരിക്കാം അള്ളാഹുവിൻ്റെ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന സമയത്ത്, സ്വന്തം തലക്ക് ഒരു ചാൺമുകളിൽ സൂര്യൻ കത്തിച്ചൊലിക്കുന്ന സമയത്ത്, തലച്ചോറ് മുഴുവൻ ഉരുകി ഒലിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്ന സമയത്ത് തണൽ ലഭിക്കുന്ന കൂട്ടരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തു കരയുന്ന മനുഷ്യൻ എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, അതിനെക്കുറിച്ച് ഓർത്ത് കരയുന്ന, നാഥൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർത്ത് പറയുന്ന ഒരു മനുഷ്യനായിരിക്കാൻ സാധിക്കുക എന്നത് വലിയ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ ജീവിത സന്ദർഭങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്നവരാണവർ. ചിലപ്പോൾ നമ്മളിലേക്ക് നമ്മളതൊന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും മനസ്സിലാക്കുക, എനിക്കും ആ പ്രാർത്ഥന ഫിറ്റാണല്ലോ, എനിക്കും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ സാധിക്കുമല്ലോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. നബി അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയ സമയത്ത്, അള്ളാഹുവേ ഞങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നു നാഥ, വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നാഥ, തെറ്റ് ചെയ്തു പോയിരിക്കുന്നു, അക്രമം ചെയ്തു പോയിരിക്കുന്നു, നീയെങ്ങാനും ഞങ്ങൾക്കത് പുറത്തു തന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നഷ്ടകാരികളിൽ ഉൾപ്പെട്ടു പോയേക്കാം എന്ന തെറ്റ് ചെയ്തവൻ്റെ പശ്ചാത്താപ വിവശനായിട്ടുള്ള പ്രാർത്ഥനയാണ് നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയെ ആയിട്ട് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത് വേറൊരു സന്ദർഭത്തിലാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവേ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, നാഥ എന്നെ നമസ്കാരം നിലനിർത്തുന്ന മനുഷ്യനാക്കി നീ മാറ്റണമേ, എൻ്റെ സന്താനങ്ങളെയും നീ അങ്ങനെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അഥവാ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണത്. നാഥ, നമസ്കാരം കൃത്യമായി നിഷ്ഠയോടുകൂടി നിലനിർത്തുന്ന മനുഷ്യനായിട്ട് നീ എന്നെ മാറ്റണം. പ്രത്യേകിച്ച് നോമ്പുകാലത്ത് നമ്മൾ വലിയൊരു നിയ്യത്തായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയൊരു മാറ്റമായിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ് സമയത്ത് നമസ്കരിക്കാൻ പറ്റണമെന്നുള്ളത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്ന അതാണ്, നാഥ നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആളായിട്ട് എന്നെയും എൻ്റെ സന്താന പരമ്പരയും നീ മാറ്റി തീർക്കണമേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ കാണാൻ സാധിക്കും. മാത്രമല്ല ഈ നാടിന് നീ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന, മക്കയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ നമുക്ക് കാണാൻ സാധിക്കും. ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ റബ്ബി നജ്ജിനി വ അഹ്ലി മിമ്മാ യഅമലൂൻ, തനിക്ക് ചുറ്റുമുള്ള ആളുകൾ ഹോമോസെക്ഷാലിറ്റിയിൽ ഇങ്ങനെ അക്രമം നടത്തി അല്ലെങ്കിൽ സ്വന്തം വർഗത്തെ തന്നെ കല്യാണം കഴിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന, അതിൽ അഭിരമിക്കുന്ന, അതിൽ ആനന്ദം കണ്ടെത്തുന്ന അങ്ങേയറ്റത്തെ അക്രമികാരികളായി പോയ സ്വന്തം ജനതയിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും നീ രക്ഷപ്പെടുത്തണമേ, അവരുടെ പ്രവർത്തനത്തിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും നീ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ലൂത്ത് നബി അലൈഹി സ്വലാമയെ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും തിന്മകൾ നടമാടുന്ന സമയത്ത് ആ തിന്മകൾ ആളുകൾ കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ, അത് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ, അത് ആളുകൾ വലിയ ആഘോഷമാക്കി മാറ്റുന്ന ഒരുപാട് തിന്മകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മക്കൾ അതിൽ അകപ്പെട്ടു പോകുമോ എന്ന് വല്ലാത്ത ഭയം നമുക്ക് തോന്നാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ഈ പ്രാർത്ഥനയെ നമുക്ക് കൂട്ടുപിടിക്കാവുന്നതാണ്. യൂസഫ് നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നാഥ, എനിക്ക് നീ ആധിപത്യം നൽകി, എനിക്ക് രാജാധിപത്യം നൽകി, അധികാരം നൽകി, നീ എനിക്ക് സ്വപ്നവ്യാഖ്യാനം പഠിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് യൂസഫ് നബി അലൈഹി സ്വലാം പറയുന്നത്, നാഥ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ റബ്ബേ എന്നാണ്. സുന്ദരനായ അധികാരം നൽകപ്പെട്ട യുവാവായ യൂസഫ് നബി അലൈഹി സ്വലാമ അദ്ദേഹത്തിന് അധികാരം നൽകിയപ്പോഴും വിനയത്തോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത്. വേറൊരിക്കൽ യൂസുഫ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, നാഥ ഈ തെറ്റുകാരികൾ, അക്രമകാരികൾ എന്നെ ക്ഷണിക്കുന്ന ഈ തെറ്റിനേക്കാൾ എനിക്ക് നല്ലത് നിന്റെ തുറുങ്കൽ പാളയമാണ്, നീ എനിക്ക് വിധിക്കുന്ന ജയിലറകളാണ് എന്ന് പ്രാർത്ഥിക്കുന്ന യുവാവായ യൂസുഫിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വ്യഭിചാരത്തേക്കാൾ, ഈ തെറ്റിലേക്കുള്ള അവരുടെ ക്ഷണത്തേക്കാൾ എനിക്ക് നല്ലത് ആ തുറുങ്കാണ്, ജയിലാണ് എന്ന് പറയുന്ന യൂസുഫ് നബി അലൈഹി സ്വലാമയെ. ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുടെ, സക്കരിയ നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയുണ്ട്. സക്കരിയ നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥന ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത് അസാധ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കൂടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്. നമ്മൾ വിചാരിക്കുമല്ലോ അതൊക്കെ എങ്ങനെയാണ് പറ്റുക അല്ലേ, എനിക്കെങ്ങനെയാണ് ഇനി സന്താനം ഉണ്ടാവുക? സക്കരിയ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയുന്നുണ്ട്, അള്ളാഹുവേ നീ എന്നെ തനിച്ചാക്കരുതേ, നീ എന്നെ ഒറ്റക്കാക്കരുതേ, എനിക്കൊരു സന്താനം നീ നൽകണേ, എനിക്ക് ശേഷം നിന്റെ ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാൻ പ്രാപ്തനായ ഒരു സന്താനത്തെ നീ എനിക്ക് നൽകണം, നീ എന്നെ ഒറ്റക്കാക്കരുതേ. അതിന് അള്ളാഹു നൽകുന്ന മറുപടി, അദ്ദേഹത്തിന് യഹ്യ എന്ന സന്താനത്തെ എന്ത് ചെയ്തു? സമ്മാനമായി നൽകി. വവഹബ്നാ ലഹു യഹ്യ, അദ്ദേഹത്തിന് യഹ്യയെ സമ്മാനമായി നൽകി. അപ്പോൾ അങ്ങനെ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്, വ അന്നാ യകൂനു ലീ ഗുലാമുൻ, എങ്ങനെയാണ് എനിക്ക് ഒരു കുഞ്ഞുണ്ടാവുക? എങ്ങനെയാണ് എനിക്കൊരു കുട്ടി ഉണ്ടാവുക? ഞാനും എൻ്റെ ഭാര്യയും പടുവൃദ്ധരാണല്ലോ, ഒരിക്കലും സാധിക്കില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇങ്ങനെയാണ് റബ്ബ്, അവൻ്റെ കാര്യം ഇതാണ്, അവൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അവൻ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അപ്പോൾ കുഞ്ഞില്ല എന്ന് കരുതുന്ന സങ്കടപ്പെടുന്നവർ, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണല്ലോ റബ്ബെ എന്ന് കരുതി പരിഭവിക്കുന്നവർ, സങ്കടത്തിൻ്റെ ആഴക്കടലിൽ, രോഗത്തിൻ്റെ പ്രയാസത്തിൽ മഹാദുരിതം അനുഭവിക്കുന്ന മനുഷ്യർ, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ടാവാം. പക്ഷെ ആ സമയത്തും റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളെയാണ് സക്കരിയ നബി അലൈഹി സ്വലാമയിലൂടെ നമുക്ക് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. ഇങ്ങനെ ധാരാളം ആളുകളെ, പ്രവാചകന്മാരുടെ വ്യത്യസ്ത പ്രാർത്ഥനകളെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രാർത്ഥനകൾ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നതാണ്. നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും, എളുപ്പത്തിൽ സ്വീകരിക്കും, പെട്ടെന്ന് സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ്. മർദ്ദിതൻ്റെ പ്രാർത്ഥന, ഒരാളെ നിങ്ങൾ അന്യായമായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണം എന്നതുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പറയുന്നത്. രാത്രിയിൽ ഏകാന്തതയിൽ അള്ളാഹുവുമായിട്ട് സംവദിക്കുകയും വർത്തമാനം പറയുകയും നമസ്കരിക്കുകയും സുജൂദിൽ വീഴുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥന, ഒരു യാത്രക്കാരൻ്റെ പ്രാർത്ഥന,
ഇങ്ങനെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന പല സന്ദർഭങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാറുണ്ടോ? നമ്മളെ പരിഭവങ്ങൾ, ആവലാതികൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ യാതൊരുവിധ അതിരുകളുമില്ലാതെ, യാതൊരുവിധ മറയുമില്ലാതെ പടച്ചോനോട് മാത്രം അള്ളാഹുവുമായിട്ടുള്ള വർത്തമാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കാറുണ്ടോ എന്നത് വലിയ ചോദ്യമാണ്. ചിലപ്പോഴേ എന്താണ് പറയേണ്ടത് എന്ന് അറിയാത്ത മനുഷ്യരായിട്ട് നമ്മൾ മാറിപ്പോകരുത്. നമസ്കാര ശേഷം അള്ളാഹുവിനോട് കൈ ഉയർത്തി നമുക്ക് തേടാൻ സാധിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അള്ളാഹു ഏറെ ലജ്ജാശീലനാണ്, ഉദാരവാനുമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ നേരെ കൈ ഉയർത്തിയാൽ ആ കൈ വെറുതെ മടക്കാൻ അള്ളാഹു ലജ്ജാശീലനാണ്. അള്ളാഹു ഒരിക്കലും ആ കൈകൾ വെറുതെ മടക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അള്ളാഹുവിനോട് നമുക്ക് പറയാനായിട്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം, അല്ലേ? നാഥനോട് പറയാൻ പറ്റണം, പടച്ചോനെ അതെനിക്ക് നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണത്. ഇങ്ങനെ നമ്മൾ നമ്മളുടെ കണ്ണിൽ ചെറുതെന്ന് തോന്നുന്നതും അസാധ്യമെന്ന് തോന്നുന്നതും എനിക്കൊരിക്കലും ലഭിക്കില്ല എന്ന് തോന്നുന്നത് പോലും പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണമെന്നതാണ് വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചില മനുഷ്യരുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കില്ല. അതിലൊന്ന് പലിശ തിന്നുന്നവരുടെ പ്രാർത്ഥനയാണ്, ഹറാം ഭക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന. എങ്ങനെയാണ് മനുഷ്യൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുക? അവൻ ഉടുത്തത് ഹറാമാണ്, തിന്നത് ഹറാമാണ്, കുടിച്ചത് ഹറാമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പിന്നീട് ബന്ധം മുറിച്ചവൻ്റെ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കുകയില്ല. പാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. വേറൊരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, എല്ലാ മനുഷ്യൻ്റെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും, ധൃതിപ്പെടുന്നവൻ്റെ പ്രാർത്ഥന ഒഴിച്ച്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്, ധൃതിപ്പെടുന്നവൻ്റെ പ്രാർത്ഥന അവൻ ഇങ്ങനെ പറയും, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പക്ഷെ അള്ളാഹു എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. അവൻ്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുകയില്ല. നിരാശനാവുന്നവൻ്റെ പ്രാർത്ഥന. അതുകൊണ്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിൽ പറഞ്ഞത്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു ബിറഹ്മത്തില്ലാഹ്. അള്ളാഹുവിനെക്കുറിച്ച് സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച എൻ്റെ അടിമേ, നീ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനാവരുത്. നീ ചോദിച്ചുകൊണ്ടേയിരിക്കണം, പ്രതീക്ഷകളോടുകൂടി പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അത് നമുക്കൊരു ഊർജ്ജമായിട്ട്, ഒരു ബലമായിട്ട് നമ്മുടെ കൂടെ എന്നും ആ പ്രാർത്ഥന ഉണ്ടാവുകയും വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ബദറിൻ്റെ സമയത്ത്, ബദറിൻ്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയെക്കുറിച്ച് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. ശത്രുപക്ഷത്ത് 1000-ഓളം പേർ, മറുപക്ഷത്താവട്ടെ ഇസ്ലാമിക പക്ഷത്താവട്ടെ 319 ആളുകളും. ഇതിൽ സങ്കടപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണീരിങ്ങനെ നിറഞ്ഞു കവിയുന്നുണ്ട്. അള്ളാഹുവേ, നീ എനിക്ക് തന്ന വാഗ്ദാനത്തെ നീ നിറവേറ്റണമേ നാഥ. ഈ സമയത്ത് നീ ഈ സമൂഹത്തെ നശിപ്പിച്ചാൽ നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്ന ഒരാളും ഭൂമിയിൽ അവശേഷിക്കുകയില്ല നാഥ. ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇങ്ങനെ അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ശക്തി എന്നോണം അദ്ദേഹത്തിൻ്റെ ചുമലിലിട്ട മേലങ്കി താഴെ വീഴുന്നുണ്ട്. ഒരു സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സങ്കടത്തോടുകൂടി ഇതെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മേലങ്കി ധരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, യാ നബി അല്ലാ കഫാക്ക, പ്രവാചകരെ മതി, താങ്കളുടെ പ്രാർത്ഥന നിർത്തൂ. തീർച്ചയായിട്ടും താങ്കൾ അപേക്ഷിക്കേണ്ട വിധത്തിലൊക്കെ താങ്കളുടെ റബ്ബിനോട് അപേക്ഷിച്ചിട്ടുണ്ട്. നാഥൻ താങ്കളോട് പറഞ്ഞ വാഗ്ദാനം അത് പുലർത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ, അവിടെയാണ് നമ്മൾ അത്ഭുതം നമുക്ക് കാണുവാൻ സാധിച്ചത്. തീർച്ചയായിട്ടും തെറ്റിൽ മുഴുകിയ മനുഷ്യരെ തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹുവിനെക്കുറിച്ച് വാഴ്ത്തുക. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സൂക്ഷിക്കേണ്ടുന്ന വേറൊരു കാര്യമാണത്. അള്ളാഹുവിനെക്കുറിച്ച് ധാരാളമായി വാഴ്ത്തുക, നന്ദിപൂർവ്വം ചിലതോർക്കുക. യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയിൽ അതാണ്, നാഥ നീ എനിക്ക് രാജാധിപത്യം നൽകി, നീ എനിക്ക് സ്വപ്നവ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു. ഇങ്ങനെ അള്ളാഹു തന്ന നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ആസിയ ബീവിയുടെ പ്രാർത്ഥനയുണ്ടല്ലോ, നാഥ നജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. എനിക്ക് നിന്റെ സ്വർഗത്തിൽ ഒരു കുഞ്ഞു വീട് നീ എനിക്ക് തന്ന് അനുഗ്രഹിക്കണമേ നാഥ. സ്വർഗത്തിൽ ഒരു കുഞ്ഞു വീട് തന്ന് അനുഗ്രഹിക്കണം, ഈ ശത്രുക്കളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുകയും വേണം എന്ന പ്രാർത്ഥന. മൂസാ നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയും അപ്രകാരം തന്നെയാണ്. താൻ ഫറോവയോട് സംസാരിക്കുന്ന സമയത്ത് ഒഴുക്കില്ലാതിരിക്കുമോ എൻ്റെ സംസാരത്തിന്, കൊഞ്ഞൽ അനുഭവപ്പെടുമോ, വിക്കനുഭവപ്പെടുമോ എന്ന് ഭയന്ന് റബ്ബിഷ്റഹ് ലി സദ്രി വയസ്സർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി എന്ന് പ്രാർത്ഥിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാം. തീർച്ചയായിട്ടും പ്രാർത്ഥന നമ്മളുടെയൊക്കെയും ആയുധമാണ്. പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിലേക്ക് കരഞ്ഞ്, അള്ളാഹുവിലേക്ക് സകലതും അർപ്പിച്ച്
എനിക്കേറ്റവും ഹൈറായത് നൽകണമേ എന്നും പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. എനിക്ക് നീ നൽകണേ നാഥ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല, യാ റാസിക്ക്, നീ എനിക്ക് റിസ്ക് നൽകണേ. യാ ഗഫാർ, എല്ലാം പൊറുക്കുന്നവനെ നീ എനിക്ക് പുറത്തു തരണമേ. മാലിക്കുൽ മുൽക്ക്, നാഥ, എല്ലാത്തിൻ്റെയും അധിപനായ നാഥ, നീ എനിക്ക് വിജയം തന്ന് അനുഗ്രഹിക്കണമേ. ഇങ്ങനെ അള്ളാഹുവിനെ പ്രകീർത്തിച്ച് റബ്ബിനോട് തേടാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥനകളാണ് നമ്മുടെ വലിയ ആയുധം. തീർച്ചയായിട്ടും പ്രാർത്ഥനാ നിർഭരമായ ഹൃദയത്തിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.